Welcome back to Tales of Literature. Today we are going to discuss a poem Batter My Heart written by John Donne. ബാറ്റർ മൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ജോൺ ഡണ്ണിൻ്റെ ഒരു പോയമാണ്. ജോൺ ഡണ്ണിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു മെറ്റാഫിസിക്കൽ പോയിറ്റാണ്. അദ്ദേഹം ലോ നിയമമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു സോൾജർ ആയിട്ടാണ് മാറിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദി വർക്സിലും കാണാൻ പറ്റുന്ന ലവ് പോയംസ്, ലവും അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് സറ്റൈൽസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വർക്സിലും കാണാൻ പറ്റുന്നത്. പിന്നീട് ഈ ഒരു പോയം, അതായത് ബാറ്റർ മൈ ഹാർട്ട് എന്ന് പറഞ്ഞ പോയം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1633 അദ്ദേഹത്തിന്റെ ഡെത്തിന് ശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു പോയം എന്ന് പറഞ്ഞാൽ ഇന്റൻസ്ലി പേഴ്സണൽ ആയിട്ടുള്ളതാണ്. കാരണം ഡയറക്റ്റ് ആയിട്ട് ഗോഡിനെ അഡ്രസ് ചെയ്യുന്ന ഒരു പോയം കൂടാണ്. ഈ ബാറ്റർ മൈ ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രൈക്ക് റിപ്പീറ്റ്ലി, അതായത് നമ്മുടെ ഹാർട്ടിനെ സ്ട്രൈക്ക് ചെയ്യുക. ബാറ്റർ മീൻസ് സ്ട്രൈക്ക് റിപ്പീറ്റ്ലി, അതാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. പിന്നീട് ഈ ബാറ്റർ മൈ ഹാർട്ടിനും ഗോഡിനെ അഡ്രസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞത് നമ്മൾ. പിന്നീട് ഇതൊരു ഹോളി സോണറ്റ് 14 ആണ്. ഇതിനകത്ത് സ്പീക്കറിന്റെ ഡൗട്ട്സും ഫിയറും, അതായത് പോയിറ്റിന്റെ ഡൗട്ട്സ്, ഫിയർ, കോൺഫ്ലിക്റ്റ്, ഒരു ഗോഡിനെ സറണ്ടർ ചെയ്യാൻ നേരം തനിക്കുണ്ടാകുന്ന കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു 14 ലൈൻസ് പോയമാണ്. ഇതൊരു സോണറ്റാണ്, അതുകൊണ്ട് തന്നെ 14 ലൈൻസ് പോയമാണ്. അയാംബിക് പെൻഡാമെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് ഈ ഒരു പോയം അനലൈസ് ചെയ്യുവാണെങ്കിൽ പോയത്തിന്റെ ബിഗിനിങ്ങിൽ തന്നെ 3% ഗോഡിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. 3% ഗോഡ് എന്ന് പറയുന്നത് ഗോഡ്, ദ ഫാദർ, ദ സൺ. എന്നിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ഈ 3% ഗോഡിനോട് താൻ ആവശ്യപ്പെടുവാണ്, പോയിട്ട് ആവശ്യപ്പെടുവാണ് ബാറ്റർ മൈ ഹാർട്ടിനെ ബാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുവാണ്. അതായത് സ്ട്രൈക്ക് റിപ്പീറ്റ്ലി തൻ്റെ ഹാർട്ട് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുവാണ്. കാരണം എന്ന് പറഞ്ഞാൽ സ്പീക്കർ എന്ന് പറയുന്നത് ഡബിൾഡ് സ്പീക്കറാണ്. അതായത് ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഡീക്ക് എനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഈ ഗോഡിനോട് ആവശ്യപ്പെടുവാണ്, ഈ ഒരു ഹോളി ട്രിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 3% ഗോഡിനോട് ആവശ്യപ്പെടുവാണ്, തൻ്റെ ഹാർട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുവാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഗോഡ് തന്നെ നോക്ക് ചെയ്യുകയും ബ്രീത്ത് ചെയ്യുകയും ഷൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നോക്ക്, ബ്രീത്ത്, ഷൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെ മെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സീക്ക് ടു മെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒരു ടിങ്കർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു മെൻറ്ററിനെ പറയുന്നതാണ് ടിങ്കർ. ഒരു ടിങ്കർ എങ്ങനെയാണോ മെറ്റൽസ് ഒക്കെ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ സോഫ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നോക്ക് ചെയ്യുകയും ബ്രീത്ത് ചെയ്യുകയും ഷൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്, തന്നെ മെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഗോഡ് തന്നെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഈ നോക്ക് ചെയ്യുകയും ഷൈൻ ചെയ്യുകയും അതുപോലെ തന്നെ ബ്രീത്ത് ചെയ്യുകയും ചെയ്തിട്ട് തനിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സോഫ്റ്റ് മെറ്റൽസ്, അല്ലെങ്കിൽ ഒരു ഈ നോക്കും ഈ ബ്രീത്ത്, ഷൈന്, നോക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്? സോഫ്റ്റ് മെറ്റീരിയൽസ് അല്ലേ, വയലന്റ് ആയിട്ടുള്ള എലമെന്റ്സ് അല്ലല്ലോ. അതെല്ലാം മാറ്റി നിർത്തിയിട്ട് തന്നെ ഒന്നും കൂടെ നല്ലൊരു വ്യക്തിയാക്കാൻ വേണ്ടിയിട്ട് ഗോഡ് ഒന്നും കൂടെ തന്നെ ബേൺ ചെയ്യുകയും ബ്രേക്ക് ചെയ്യുകയും ബ്ലോ ചെയ്യുകയും വേണമെന്നാണ് പറയുന്നത്. ഈ ബേണും ബ്രേക്കും ബ്ലോവും എന്നൊക്കെ പറഞ്ഞ വയലന്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ തനിക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ആദ്യം തന്നെ ഗോഡ് നല്ല രീതിക്ക് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ബ്രീത്ത് ചെയ്യുകയും നോക്ക് ചെയ്യുകയും ഷൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൂടെ അദ്ദേഹത്തിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ വയലന്റ് ആയിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള തിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക്, ബ്ലോയ്, ബേൺ അത് ചെയ്ത് തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാക്കാനാണ് പറയുന്നത്. പിന്നീട് പറയുന്നത്, അതായത് ഒരു ക്യാപ്ചർഡ് ടൗണുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. ഈ സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ടൗണിൽ അകപ്പെട്ട് പോയ, മറ്റുള്ള ആൾക്കാർ അകപ്പെടുത്തിയിട്ട് പോയ ഒരാളെ പോലാണെന്ന് പറയുന്നുണ്ട്. കാരണം ഗോഡ് അങ്ങോട്ട് കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്ത് പറയുന്നത്, ഗോഡിന് അത് കഴിയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കൺട്രോളിലാണ് താനെന്നാണ് പറയുന്നത്. കാരണം അതായത് എവിടെ തന്നെ കൺട്രോളിൽ വെച്ചേക്കാണ്. ഒരു ടൗണിൽ എങ്ങനെയാണോ ഒരാൾ അകപ്പെട്ട് പോകുന്നത്, അതുപോലെയാണ് താൻ ഇവിടെ അകപ്പെട്ട് പോയിരിക്കുന്നത് പറയുന്നത്. അവിടെ ഗോഡിന് എൻ്റർ ചെയ്യാൻ പറ്റുന്നത് കാരണം തന്നെ എവിളാണ് ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. കാരണം ഇതിലൂടെ തന്നെ അയാൾക്ക് നേരെ തിങ്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഈ സ്പീക്കറിന് തിങ്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതാണ് പിന്നീട് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 4 ലൈൻസിൽ പറയുന്നത് തൻ്റെ സോഫ്റ്റ് വേർഡ്സ് യൂസ് ചെയ്തിട്ടാണല്ലോ ആദ്യം നല്ലതാക്കാൻ ശ്രമിച്ചത്. ആ സോഫ്റ്റ് വേർഡ്സ് മാറ്റിയിട്ട് നല്ല വയലന്റ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്ത് തൻ്റെ ഒരു പുതിയൊരു ആളാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. പിന്നീടുള്ള 4 ലൈൻസിൽ പറയുന്നത് ഈ ഒരു ക്യാപ്ചർഡ് ആയിട്ടുള്ള ഒരു ടൗണുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. തന്നെ ആളകപ്പെട്ട് പോയിരിക്കുകയാണെന്ന് പറയുന്നത്. ഗോഡിന് അവിടെ എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ തന്നെ ക്യാപ്ചർ ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ലോണം ചിന്തിക്കുക പ്രോപ്പർലി പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. പിന്നീട് ലാസ്റ്റ് 6 ലൈൻസിൽ പറയുന്നത് സ്പീക്കർ കമ്പയർ ചെയ്യുകയാണ്, തന്നെ ഒരു വിമണുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു എവിളുമായിട്ട് എൻഗേജ് ആയിരിക്കുന്ന ഒരു വിമണുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. കാരണം ഗോഡിനോട് ആവശ്യപ്പെടുവാണ് ഈ ഒരു എവിളുമായിട്ടുള്ള ആ ഒരു ഇതിൽ നിന്ന്, എവിളുമായിട്ട് എൻഗേജ് ആവുകയാണെന്നല്ലേ പറയുന്നത്, എൻഗേജ് ആയിട്ടിരിക്കുകയാണെന്നല്ലേ പറയുന്നത്. ആ ഒരു എവിളിൽ നിന്ന് തന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് തന്നെ ഇംപ്രസൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗോഡിനോട് ആവശ്യപ്പെടുവാണ്. പിന്നീട് ഈ ഒരു ഗോഡ് തന്നെ എൻട്രാൾ ചെയ്തില്ലെങ്കിൽ താൻ ഒരിക്കലും ഫ്രീ ആവത്തില്ലെന്നും, അതുപോലെ തന്നെ ഈ ഗോഡ് തന്നെ ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ
റാവിഷ് ചെയ്തില്ലെങ്കിൽ താൻ ഒരിക്കലും ചേസ്റ്റ് ആവത്തില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പാരഡോക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇഫ് ഗോഡ് നെവർ എൻട്രാൽ ഹിം ഹി നെവർ വിൽ ഷാൽ ബി ഫ്രീ. ഇഫ് ഗോഡ് നെവർ ട്രൈ ടു റാവിഷ് ഹിം ഹി ഈസ് നോട്ട് എവർ ചേസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നെഗറ്റീവ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാരഡോക്സ് ആണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത്, അതായത് ഇത് സ്പീക്കർ എന്ന് പറയുമ്പോൾ സിന്നിൽ അകപ്പെട്ട് പോയിരിക്കുകയാണ്. പക്ഷേ അയാൾക്ക് എത്ര ശ്രമിച്ചിട്ടും അവിടുന്ന് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇയാൾ ഗോഡിനോട് റിക്വസ്റ്റ് ചെയ്യാണ്, വയലന്റ് മീൻസ് യൂസ് ചെയ്തിട്ട് തന്നെ പെർഫെക്റ്റ് ആക്കാനായിട്ട്, അല്ലെങ്കിൽ തന്നെ ലെവലിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇതൊരു അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു ബിഗിനിലാണ് തുടങ്ങുന്നത്. കാരണം ഒരു ത്രീ പേഴ്സൺ ഗോഡിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ് വേർഡ്സ് മാറ്റിയിട്ട് ഹാർഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു കോൺവെർസേഷണൽ സ്റ്റൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു റിക്വസ്റ്റ് രീതിയിൽ ഒരു കോൺവെർസേഷൻ അത് പറയുന്ന പോലെ അല്ലേ, അപ്പോൾ സ്പീക്കർ പറയുന്ന പോലെയാണ് ഒരു കോൺവെർസേഷൻ സ്റ്റൈലാണ്. പിന്നെ ഇതൊരു മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പാരഡോക്സ് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റിന്റെ ലാസ്റ്റ് പറയുന്നതാണ് പാരഡോക്സ്. ഇഫ് ഗോഡ് നെവർ എൻട്രാൽ, ഗോഡ് എന്നെ എൻട്രാൽ ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഫ്രീ ആവത്തില്ല. അതുപോലെ തന്നെ ഗോഡ് എന്നെ നശിപ്പിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ട്രോയ് റാവിഷ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചേസ്റ്റ് ആവത്തില്ല എന്നാണ് പറയുന്നത്.